പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഗരം മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് ഈ ബിരിയാണിയിലേക്കുള്ള ഗരം മസാല റെഡിയാക്കുന്നതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചെടുക്കുന്നതൊക്കെ അഗാരോൻ്റെ റീഗൽ 3 ജാർ ബ്ലെൻഡറിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഗരം മസാല പൊടിച്ചെടുക്കുന്നത് ചെറിയൊരു ഒരു ജാറിൽ ഇട്ടിട്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത്രയും സാധനങ്ങൾ തന്നെ പൊടിച്ച് നല്ല ഫൈനായിട്ട് റെഡിയായി വരും കേട്ടോ. ഇത്തിരി കുറച്ചധികം ഞാൻ ഈ ഒരു പൊടി റെഡിയാക്കി എടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. അത് ഞാനിവിടെ ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ ഗരം മസാലയാണിത്. ഇത് റീൽസായിട്ട് ഞാൻ ഇടുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ടാവും കേട്ടോ. ഈ ബിരിയാണിയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ രണ്ടാമത്തെ ബ്ലെൻഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുത് ജ്യൂസ് അടിക്കാനും പിന്നെ അതേപോലെ നമ്മളെ ഈ അരി ആട്ടാനൊക്കെ അത് എടുക്കാം. ഈ ചെറുതിലാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി കുറച്ചായതുകൊണ്ട് ഞാനിത് നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി കൂടിയിട്ടാണ് ചതച്ചെടുക്കുന്നത്. വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഞാനിതാ ഈ ഇഞ്ചി വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് ചതച്ചെടുക്കുന്നത്. അത് ഞാനൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗരം മസാല പൊടിച്ചതും പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതുമായിട്ടുള്ള ആ ഒരു ജാറുണ്ടല്ലോ, അത് എല്ലാം നമ്മളൊന്ന് സോപ്പിട്ട് കഴുകി എടുത്ത് വെക്കുകയാണ്. ഒന്ന് നല്ലോണം ഒന്ന് കഴുകി തുടച്ച് ഉണക്കി വെച്ചാൽ കൂടുതൽ കാലം ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. 400 വാട്ട്സിൻ്റെ ആണ് ആ ഒരു ബ്ലെൻഡർ. ഇവിടെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കിലോ നെയ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യം ഒന്ന് മസാല പുരട്ടി വെക്കുകയാണ്. ഈ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അതേപോലെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ പൊടിയുപ്പ്, പിന്നെ 1.5 മുറി ചെറുനാരങ്ങൻ്റെ നീര്, അത് എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിലൊന്ന് മസാല റെഡിയാക്കി എടുക്കണം. അതിലിട്ടിട്ടാണ് മീനിൻ്റെ പീസ് ഓരോന്ന് എടുത്ത് നല്ലോണം ഒന്ന് ആ മസാല തേച്ച് മാറ്റി വെക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ നെയ്മീൻ അയക്കോറ എന്നും പറയും കേട്ടോ. അപ്പോൾ ഇനി നെയ്മീൻ വേറാണോ അയക്കോറ വേറെ ആണോ എന്നറിയില്ല. അപ്പോൾ നെയ്മീൻ എന്ന് പറഞ്ഞപ്പോൾ അവർ ഈ മീനാണ് തന്നത്. പിന്നെ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും പിന്നെ പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള 2 ഉള്ളിയും ഇതേപോലെ മാറ്റി വെക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. പിന്നെ അത് ആദ്യം തന്നെ ഞാൻ ആ 2 ഉള്ളി ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 2 കിലോ ആയതുകൊണ്ട് 2 കിലോ ബിരിയാണി ആയതുകൊണ്ട് കുറച്ചധികമല്ല 2 ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. അത് പൊരിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയൊക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഫിഷ് ബിരിയാണിയിലേക്ക് അണ്ടിയും മുന്തിരിയും ഇടണമെന്നില്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് വേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ബിരിയാണി വെക്കുന്ന ആ ഒരു പാത്രമാണ് കേട്ടോ, മസാല ഉണ്ടാക്കുന്ന ബിരിയാണീൻ്റെ ആ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പൊരിച്ചെടുത്തത്. പിന്നെ ആ മീനൊക്കെ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെല്ലുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാല തേച്ച മീനിൽ നിന്ന് 2 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പൊതുവേ ചിക്കൻ ബിരിയാണീൻ്റെയും ബീഫ് ബിരിയാണീൻ്റെയും ടേസ്റ്റ് ഈ മീൻ ബിരിയാണിക്ക് ഉണ്ടാവില്ല. അത് ശരിക്കും ഒറിജിനൽ അടിപൊളി ബിരിയാണി നമ്മുടെ ചിക്കനും ബീഫും ഒക്കെയാണ്. പിന്നെ ഇതൊന്നും കൂട്ടാത്തവർക്ക് ഈ ഫിഷ് ബിരിയാണി കഴിച്ചല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് എന്നിവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യില്ല, നല്ലോണം വാട്ടിയെടുക്കുകയാണ്. തക്കാളി ഇടുന്നത് ചേർക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതൊരു 4-5 തക്കാളി എടുത്തതിന് കുറച്ച് കൂടുതലായെന്ന് തോന്നിയപ്പോൾ മാറ്റി വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ്. ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ തൈര് ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ തൈര് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തൈര് ചേർത്തോ. മസാല അവിടെ റെഡിയായി വരുമ്പോഴേക്കും ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കായാണ് ചേർക്കുന്നത്. പിന്നെ അരി കൈമ അരിയാണ് കേട്ടോ എടുക്കുന്നത്. അത് ഒരു പാത്രം അരിയാണെങ്കിൽ 2 പാത്രം വെള്ളം എന്ന തോതിലാണ് ഞാനിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുന്നത്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ വന്ന് ഈ മസാല ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ 2 വെല്ലുള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ പകുതി എടുത്തിട്ട് ഇതേപോലെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത്.
ഈ സമയത്ത് നമുക്ക് എരിവും പിന്നെ അതിൻ്റെ ഈ മസാലേൻ്റെ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കൂടിപ്പോവും. പിന്നെ ഇതാ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അരി എടുത്തിട്ടുണ്ട്. ഇതാ നല്ല കൈമയാണ് കേട്ടോ, റോസ് കൈമയാണ് ഞാൻ ഇപ്പോൾ ബിരിയാണി വെക്കാനായിട്ട് ഉപയോഗിക്കൽ. നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലുമാണ് കേട്ടോ അതിന്. പിന്നെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ചതച്ചത് മസാലയിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതാ ഈ ഒരു ചോറിലേക്ക് ചേർത്ത് കൊടുക്കുക, ചോറിൻ്റെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കണം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം വേവ് മാറിപ്പോവും. എല്ലാ ഭാഗത്തും വേവ് എത്തണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് ക്യാരറ്റ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുകയാണ്, വേറെ അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു വീഡിയോയിൽ ആൾ ചോദിച്ചിട്ടുണ്ട് ഇനി ബിരിയാണി വെച്ചിട്ട് സ്മെല്ലില്ലാന്ന്. അപ്പോൾ അതേപോലെ സ്മെല്ലിനാണ് നമ്മളിതാ റോസ് വാട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അത് കൂടി പോകണ്ട കേട്ടോ, കൂടി പോയാലും ഒരു പ്രത്യേക മണം ആയിരിക്കും, നമുക്ക് കഴിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചാണ് ഞാൻ ചേർക്കുന്നത്, വെള്ളത്തിലേക്കാണ് കേട്ടോ ഇപ്പോൾ ചേർക്കൽ. പിന്നെ നമ്മളിതാ മസാല ഒക്കെ ഇതേപോലെ റെഡിയാക്കി ഒരു നമ്മൾ ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ഒന്ന് വാടി വന്നിക്കണം കേട്ടോ മസാല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി, അല്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആയാൽ നമ്മൾ ആ ദമ്മിൽ ഇത് വെന്ത് വരുമ്പോഴേക്കും ഒരു രസം ഉണ്ടാവില്ല മസാല. അപ്പോൾ ഒത്തിരി ലൂസായിട്ടുള്ള മസാലയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് വെള്ളവും ആയിപ്പോണ്ട, കുറച്ച് പാകത്തിനുള്ള വെള്ളം ആ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തോണ്ട്. അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ആ മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുകൾ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കുകയാണ്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 2 കിലോ ബിരിയാണിയിലേക്ക് 1.5 കിലോ മീൻ മതി എന്നാണ്. നമ്മൾ ചിക്കനോ ബീഫിൻ്റെയോ പോലെയല്ല, മീൻ കണ്ടമാനം കഴിക്കാൻ അത്ര വലിയൊരു താല്പര്യം ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ ശരിക്കും 2 കിലോ ബിരിയാണി അരിയും 1.5 കിലോ മീനും മതി എന്നാണ് ഞാനിപ്പം വെച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ നമ്മൾ ആളുകളത് ഓർഡർ തരുമ്പോൾ 2 കിലോ മീനും 2 കിലോ അരിയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിനനുസരിച്ചിട്ട് റെഡിയാക്കിയതാണ്. പിന്നെ ആ മസാലേൻ്റെ മേലേക്ക് ഒരു വാഴേൻ്റെ ഇല കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു 2-3 ചീന്തൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അടിയിൽ നിന്നുള്ള ആവി നമ്മളെ റൈസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. മുമ്പൊക്കെ ഞാൻ ബിരിയാണി ദമ്മിടുമ്പോൾ സാധാ ബിരിയാണി ബീഫായാലും ചിക്കനായാലും ഒക്കെ ഇതേപോലെ ഇത് ഇട്ട് കൊടുക്കുകയിനി ഇല. അപ്പോൾ ഇല ഇട്ട് കൊടുത്താൽ ആ റൈസിലേക്ക് ആ ഒരു മസാലേൻ്റെ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വരാത്തതിന് കൊണ്ട് വേറൊരു ടേസ്റ്റിനൊരു വ്യത്യാസം വന്ന പോലെ തോന്നി റൈസിന്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മസാലേൻ്റെ മുകളിൽ നേരെ തന്നെ നിരത്തി കൊടുക്കലാണ് റൈസ്. ഇപ്പോൾ ഇത് പിന്നെ ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ കോരി എടുക്കുമ്പോൾ ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇപ്പോൾ വാഴൻ്റെ ഇല വെച്ചത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റൈസ് ഒരു ലെയർ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും നല്ലോണം തട്ടി നികത്തി കൊടുക്കണം. ഏറ്റവും മേലുള്ള റൈസാണ് അടിയിൽ വരേണ്ടത്, പിന്നെ ഏറ്റവും അടിയത്തത് മേലി, അങ്ങനെ. അപ്പോൾ വേവ് കുറച്ച് കുറവ് ഈ മേലുള്ളതായിരിക്കുമല്ലോ, അപ്പോൾ അത് ഇപ്പുറത്ത് വരുമ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഇതാ ഗരം മസാലപ്പൊടിയും പിന്നെ ആർക്കേജിയും, ആർക്കേജി വെച്ചാൽ മിൽമ നെയ്യ്, അതും പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടി മുന്തിരിയും മല്ലിയിലയും പിന്നെ എല്ലാം കൂടി അങ്ങനെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. സാധാരണ ബിരിയാണി ദമ്മിടുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. പിന്നെ അതാ ഈ ഒരു നെയ്യ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 50 ഗ്രാം നെയ്യാണ് ഞാനിപ്പോൾ ഈ ഒരു 2 കിലോ റൈസിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടി മുന്തിരിയും ഒക്കെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കട്ടോ. കാറ്ററിങ് ചെയ്യുമ്പോൾ നമ്മളൊന്നും വീട്ടിൽ ചെയ്യുന്ന മാതിരി അങ്ങനെ എല്ലാം ഒന്നും ഒഴിവാക്കില്ലല്ലോ, അത്യാവശ്യം ഇടും. ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങണമെങ്കിൽ അത്യാവശ്യം ടേസ്റ്റ് തന്നെ ഉണ്ടാവണം. അണ്ടി മുന്തിരി കൊണ്ട് ടേസ്റ്റ് അല്ല, പക്ഷെ അത് ബിരിയാണിയിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് അണ്ടി മുന്തിരി. ഒരുപാട് ബിരിയാണി, പല ടൈപ്പ് ബിരിയാണി വെച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ അളവ് സൈതാണ് കേട്ടോ. ഞാൻ 1 കിലോ 2 കിലോ 3 കിലോ 5 കിലോ അങ്ങനെ പലവിധ അളവിലാണ് ബിരിയാണി വെച്ച് റെഡിയാക്കി കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടി. ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മേലെ നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗരം മസാലപ്പൊടിയും ഉള്ളിയും അണ്ടി മുന്തിരിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ മൈദ കുഴച്ചിട്ടാണ് ഞാൻ ആ ദമ്മിൻ്റെ ആ ഭാഗത്ത് ദമ്മിടുന്നത് കേട്ടോ. ആ വക്കിൻ്റെ മേലെ കൂടെയൊക്കെ അത് വെച്ച് കൊടുക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ഈ എയർ പോയി പോകും പെട്ടെന്ന്. കുറേ സമയം നമ്മളൊരു മിനിമം 1 മണിക്കൂറെങ്കിലും മിനിമം കേട്ടോ, 2 മണിക്കൂറായാലും അത്രയും നന്ന് ദമ്മിൽ കിടക്കണം കേട്ടോ ഈ റൈസ്. എങ്കിൽ തന്നെ ഉള്ളൂ അത് നല്ല രീതിയിൽ തന്നെ ടേസ്റ്റ് വരുള്ളൂ. ചോറ് പാകത്തിന് വേവായാലും പിന്നെ മസാലയൊക്കെ സെറ്റായി വരണമെങ്കിൽ ഈ ദമ്മിൽ മിനിമം 1 മണിക്കൂർ, കൂടിയാൽ ഒരു 2 മണിക്കൂർ. 2 മണിക്കൂറായി വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് പിന്നെ ദമ്മിട്ടതിന് ശേഷം ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5
6-7 മിനിറ്റ് ഞാനിത് ഒന്ന് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തീയല്ല കേട്ടോ കത്തിച്ചത്, ലൈറ്റായിട്ടാണ്. പിന്നെ അതിൻ്റെ മേലെ കണലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫിഷ് ബിരിയാണീൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.